ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC ചോദിച്ച പ്രിലിംസിന്റെ ചോദ്യപേപ്പറാണ്. 100 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം: ഒളിമ്പിക്സ് അത്ലറ്റിക്സ് വിഭാഗം ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? നീരജ് ചോപ്ര. ഹരിയാന സ്വദേശിയാണ്. ജാവലിൻ ത്രോയിലാണ് ഇദ്ദേഹം സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. അടുപ്പിച്ച് 2 മെഡലുകൾ നേടിയ അത്ലറ്റ് താരം കൂടിയാണ് ഇദ്ദേഹം. ടോക്കിയോയില് നീരജ് ചോപ്ര സ്വർണം നേടി. അടുത്ത പാരീസ് 2024 ഒളിമ്പിക്സില് ഇദ്ദേഹത്തിന് വെള്ളി മെഡൽ ലഭിച്ചു. ഹരിയാന സ്വദേശി. അപ്പോ ഇപ്പോ വെള്ളി മെഡലാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഈ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം ലഭിച്ചത് അർഷാദ് നദീമിനാണ്. അർഷാദ് നദീം പാകിസ്ഥാൻകാരനാണ്. അടുത്തതായിട്ട്, കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പി വത്സല. 24-ൽ NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 23-ൽ SK വസന്തൻ. കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാനം. ഇപ്പോൾ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. NS മാധവന്റെ മികച്ച കൃതിയാണ് ഹിഗ്വിറ്റ. 2021 കേരളത്തിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി AM ഷംസീറാണ് നിലവിൽ നമ്മുടെ നിയമസഭ സ്പീക്കർ. 2022 ഫെബ്രുവരി ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? EOS-04 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ 2020 K കസ്തൂരി രംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? താലോലം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? 21-ലെയാണ് ചോദ്യം. അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് പഠിക്കാം. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. രണ്ടാമത്തെ വനിത ഷീലയാണ് രണ്ടാമത്തെ വനിത. ഇനി ആദ്യമായിട്ട് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TE വാസുദേവനാണ്. TE വാസുദേവൻ 1992-ലാണ്. ഇദ്ദേഹം ഒരു നിർമ്മാതാവ്. ഇനി 2018-ലാണ് ഷീലയ്ക്ക് ലഭിച്ചത്. രണ്ടാമത്തെ വനിതയാണ് ഷീല. 2021 ലഭിച്ചത് KP കുമാരനാണ്. KP കുമാരൻ. 22-ൽ TV ചന്ദ്രനാണ് ലഭിച്ചത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 23-ലെ പുരസ്കാരമാണ്. ഷാജി N കരുണിനാണ് നിലവിൽ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോ 20-ല് P ജയചന്ദ്രനാണ്, 21-ൽ KP കുമാരനാണ്, 22-ൽ TV ചന്ദ്രൻ, 23 ഷാജി N കരുൺ. അപ്പോ ഈ 18-ൽ ഷീല, 19-ല് ഹരിഹരൻ, 20-ല് P ജയചന്ദ്രൻ, 21-ൽ KP കറുപ്പൻ. ഇതുവരെ KP കുമാരൻ മുതൽ ഓർത്തു വെക്കുക. KP കുമാരൻ 21, 22 TV ചന്ദ്രൻ, 23 ഷാജി N കരുൺ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നട്ടില് എന്ന് അറിയപ്പെടുന്നു. ആൻസർ ഉത്തരമഹാസമതലം. സാംസ്കാരികത്തിന്റെ ഈറ്റില്ലം എന്നും അറിയപ്പെടുന്നു. എക്കൽ മണ്ണാൽ സമ്പുഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിരിക്കുന്ന ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി? നർമ്മദ, മഹാനദി, കാവേരി, കൃഷ്ണ, ഗോദാവരി, താപ്തി. ഇങ്ങനെ 6 നദികളാണ് നമ്മുടെ ഉപദ്വീപീയ നദികൾ. ലൂണിയാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. നർമ്മദയുടെ ഇരട്ട എന്നാണ് താപ്തിയെ വിളിക്കുന്നത്. നർമ്മദയും താപ്തിയും അറബിക്കടലിൽ പതിക്കുന്നു. കൃഷ്ണ, ഗോദാവരി, മഹാനദി, കാവേരി ഈ 4 പേരും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു, കിഴക്കോട്ട് ഒഴുകുന്നു.
ഏറ്റവും വലിയ നദി ഉപദ്വീപ നദിയിൽ ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നു. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് പരുത്തിയും കരിമ്പും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രോ മേഘാലയ എന്ന സംസ്ഥാനത്താണ്. രണ്ടാം സ്ഥാനം ചിറാപുഞ്ചിക്കാണ്. സൊഹ്റ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇത് ഖാസി എന്ന കുന്നുകളിലാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? മണികർ ഹിമാചൽ പ്രദേശിലാണ് ഭൗമ താപോർജ പ്ലാന്റ്. ഇന്ത്യ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ജനസാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശ്. സാന്ദ്രതയിൽ കൂടുതൽ ബീഹാറാണ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരമേത്? സോജില ചുരമാണ്. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണെങ്കിൽ ഷിപ്കില ചുരമാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണെങ്കിൽ ലിബുലേക്ക് ചുരമാണ്. ലിബുലേക്ക്. നാഥുല സിക്കിം ടിബറ്റ് ആണ്. പട്ടുതുണി പാത എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ ടു നവംബർ. ഖാരിഫ് വിളയാണ്. ഖാരിഫ്. ബ്രഹ്മപുത്ര നദി സാദിയ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്നത് NW2. അലഹബാദ് ഹാൽദിയ NW1. ഗംഗാ നദി കേരളത്തിൽ NW3. കാക്കിനഡ പുതുശ്ശേരി NW4. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷത ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഡിസംബർ 6-നാണ് രൂപീകരിച്ചത്. 46 ഡിസംബർ 6-ന് രൂപീകരിച്ചു. സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷനാകും. ഡിസംബർ 11-ന് സ്ഥിര അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്. ഭരണഘടനാ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തുന്നു. ഇനി 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യം നിർബന്ധം. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. 2009 ഓഗസ്റ്റ് 24-ന് ഓഗസ്റ്റ് 4-ന് നിലവിൽ വന്നു. അപ്പൊ 21A ശരിയാണ്. 6 to 14 ശരിയാണ്. ഇനി ചോദ്യം വരേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് നിർബന്ധമാണ്. 2009 ഓഗസ്റ്റ് 26-നാണ്. 2010 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. പാസ്സാക്കുന്നത് 2009-ലാണ്. 1, 2, 3 ശരി, 4 തെറ്റ്. ഇനി സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തക 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചത് മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കാളി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി 42. താഴെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? അരയാൽ. ഇന്ത്യയുടെ പേരാലാണ്. അരയാൽ എന്നാണ് തന്നിരിക്കുന്നത്. അത് ശരിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം. ഇത് പേരാലായതുകൊണ്ട് തന്നെ ഫൈനൽ കീയിൽ എലിമിനേറ്റ് ചെയ്തു കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് കൃതിയിൽ നിന്ന് എടുത്തു? ആനന്ദമഠം. സന്യാസി കലാപത്തെ കുറിച്ച് പരാമർശിക്കുന്നു. 1896-ലാണ് ആദ്യമായി INC കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത്. ദേശീയ ഗാനവും ഗീതവും ഈക്വൽ പരിഗണനയാണ് ഭരണഘടന നൽകിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ. അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയം 2005. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാര്? ആദിഭാഷ, നിജാനന്ദ വിലാസം, പിന്നെ വേദാധികാര നിരൂപണം. ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നത്. ചട്ടമ്പി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം 2015 കൊല്ലം ജില്ലയിൽ. അയ്യങ്കാളി.
1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി. തിരുവനന്തപുരം ജില്ല അരുവിപ്പുറം ക്ഷേത്രം. കേരളത്തില് ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാറാണ്. ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ഇവർ സ്വന്തമാക്കുന്നു. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം 30 കേരളത്തിലെ ഇന്ത്യയിലും ഒക്കെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഇത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചു മന്നത്ത് പത്മനാഭൻ. 1924 വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത്. 25 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. 603 ദിവസമാണ് ഇത് നീണ്ടു നിന്നത്. അപ്പൊ നവംബർ 1 വൈക്കത്ത് നിന്ന് ഈ ഒരു സവർണജാഥ ആരംഭിക്കുന്നത്. 24 നവംബർ 12 എന്ത് ചെയ്യുന്നു? കാണുകയും നവംബർ 11 തിരുവനന്തപുരത്ത് എത്തുന്നു. 12 സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സമരം നടക്കുന്നത്. ഇതിന്റെ വക്താവ് TK മാധവനാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ്. മേൽമുണ്ട് സമരം, ചാനാർ ലഹള. മറ്റൊരു പേര് വൈകുണ്ഠസ്വാമിയാണ് നേതാവ്. മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ലഭിക്കുന്നു. കൊച്ചി രാജപ്രജാമണ്ഡലം ആദ്യ പ്രസിഡന്റ് ആരാണ്? ഇതിനകത്ത് ആൻസർ ഇല്ല, കട്ട് ചെയ്തു. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. വയനാട് ജില്ലയിൽ ആരംഭിച്ചു. കേരളത്തിന്റെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കിയാണ്. 780 മെഗാവാട്ട് സ്ഥാപക ശേഷി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി, ഭവാനി, പാമ്പ. കബനിയാണ് വലുത്, ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതേത്? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ആദിപക്ഷി സങ്കേതം എറണാകുളം ജില്ല തട്ടേക്കാട്. ഏറ്റവും ചെറുത് എറണാകുളം ജില്ലയിലെ മംഗളവനമാണ്. ചൂളന്നൂർ പാലക്കാട് ജില്ലയിലെ പക്ഷി സങ്കേതമാണ്. മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ചിന്നാറ് വന്യജീവി സങ്കേതമാണ്. നക്ഷത്ര ആമകൾ കാണപ്പെടുന്നു. ഇനി മലയണ്ണാൻ, ചാമ്പൽ മലയണ്ണാനൊക്കെ പ്രസിദ്ധമാണിത്. ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനം ആനമല, പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ, മലയാളി. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. ഏത് ജില്ല? നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. 1953 നോർവേയുടെ സഹായത്തോടു കൂടിയാണ് നീണ്ടകര പാലമൊക്കെ രൂപീകരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തേത് ദേശീയോദ്യാനം ഇരവികുളം. വലുതും ഇരവികുളം, ഇടുക്കി ജില്ല. ചെറുത് പാമ്പാട് ജ്വല 2003 നിലവിൽ വരുന്നു, ഇടുക്കി ജില്ല. 5 ദേശീയോദ്യാനങ്ങൾ. 2ാം സ്ഥാനം സൈലന്റ് വാലി, സരന്ത്രീവനം എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. F ആകൃതി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു, കൊല്ലം ജില്ലയിലാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരള സംസ്ഥാനത്തോടൊപ്പം 13 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. 14 സംസ്ഥാനങ്ങൾ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 56 നവംബർ 1 ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവാണ് ബാലഗംഗാധര തിലകൻ. വാലന്റിയോൺ ഷിറോൾ ആണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. കിരീടം വെക്കാത്ത രാജകുമാരൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹം? ഗുജറാത്തിലെ അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് INA സ്ഥാപിച്ചത്. ഇതിന്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ്. തേബാഗ സമരം നടന്നത് എവിടെ? ബംഗാൾ.
രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സമ്പാദ് കൗമുദി. പേർഷ്യൻ ഭാഷ മിറാദുൽ അക്ബർ. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയുടെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ നെഹ്റുവായിരുന്നു. ബൽഗാം സമ്മേളനം 1924 ഗാന്ധിജി അധ്യക്ഷനായി. നാട്ടുരാജ്യ സംയോജനം. പട്ടേൽ നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി VP മേനോൻ. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭ അധ്യക്ഷൻ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ് ആദ്യം രൂപീകരിച്ചത്. പിന്നീട് ആന്ധ്രാപ്രദേശായി 1956 നവംബർ 1 മാറും. പ്രസിദ്ധമായ വന്ദേ മാതരം. ആനന്ദമഠം എന്ന നോവൽ എഴുതി ബങ്കിം ചന്ദ്ര ചാറ്റർജി. സന്യാസി കലാപം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഏറ്റവും വലിയ അവയവം ത്വക്ക്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരൾ. അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. രക്തത്തിൽ കൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നു. പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ K. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏത്? പുകവലിക്കുന്നു എംഫിസീമ. ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെ ശ്വാസകോശ രോഗങ്ങളാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവൻ. മോഹൻലാൽ ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ചന്ദ്രലേക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കരേഖ, അക്ഷയ അല്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ല. ഭക്ഷ്യശൃംഖല പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 22. വന സംരക്ഷണം 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. താഴെ പറയുന്ന ഏകാറ്റോമികം ഏതാണ്? ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെ? ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയം. ബോക്സൈറ്റ് കണ്ടു, ഇവിടെ അലൂമിനിയം. കലാമിൻ സിങ്ക്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ഉണ്ടാക്കുന്നു? ആൻസർ നൈട്രജൻ. അസറ്റോബാക്ടർ ഏതുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ഉണ്ടാക്കുന്നു? നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി ചേർന്ന് ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണം. പ്രകാശരശ്മി പതിക്കും 30 ഡിഗ്രി പതനകോൺ എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എന്ത്? രണ്ടും ഈക്വൽ ആണ്. പതനകോൺ പ്രതിപതന കോൺ 30 ഡിഗ്രി തന്നെ. അടുത്തത്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ്. സൗരോർജം, തിരമാലയിൽ നിന്നുള്ളത്, കാറ്റിൽ നിന്നുള്ളത്, ഇതൊക്കെ പാരമ്പര്യേതരമാണ്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ LPG, കൽക്കരി, പെട്രോള് തുടങ്ങിയവയാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം എന്താണ്? ഊഞ്ഞാലിന്റെ ചലനം ദോലനം. ഒരു ക്ലോക്ക് 3:15. മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി, കോണളവ് എത്ര? 30H മൈനസ് 11/2 m. ഉത്തരം എത്ര കിട്ടുന്നു? 7.5 ഡിഗ്രി. കലണ്ടർ തീയതി, തൊട്ടടുത്ത തീയതി, ഇതേ തീയതി, രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള തീയതി, തുക 62. ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിനം? ഉത്തരം 8. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 32 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. പിന്നെ 16 2 32, 8 4 32, 8 4 32, 16 2 32, 1 ഇങ്ങനെ കൂട്ടും. 8 4 12, 14, 15, 15 പ്ലസ് 16
31/32. 1+31/32 എന്നാണ് വരുന്നത്. അത് വീണ്ടും കൂട്ടുമ്പോൾ 63/32 എന്ന് കിട്ടും. 6/21ന്റെ 1ന്റെ സ്ഥാനത്തെ അക്കം. 6ന്റെ ഏത് പവറും 6 ആയിരിക്കും. 6 1 6. 6ന്റെ സ്ക്വയർ 36. 6ന്റെ ക്യൂബ് 216. 6ന്റെ റേസ്റ്റ് 4 വീണ്ടും വന്നാലും എപ്പോഴും 6 തന്നെ ആയിരിക്കും ഏത് പവർ ആണെങ്കിൽ. മട്ടത്രികോണം ലംബവശങ്ങളുടെ നീളം യഥാക്രമം 10 8. 20% 25% വർദ്ധിപ്പിച്ചു. പരപ്പളവ് 50% വർദ്ധിക്കും. 20 100 ഇടയിൽ മുഴുവൻ ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യ സംഖ്യ വേണമെങ്കിൽ 21ഉം ലാസ്റ്റ് സംഖ്യ 99ഉമായിട്ട് എടുക്കാം. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എണ്ണം കിട്ടിയാൽ നമുക്ക് n സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കാം. അപ്പൊ 100 വരെയാണെങ്കിൽ 50 എണ്ണേ കാണും അല്ലെ, ഇടയിലാണ് ചോദിച്ചത്. അപ്പൊ 49 എണ്ണേ ഉള്ളൂ. ഇനി 20 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 10 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോ ഈ 10 എണ്ണം കുറയ്ക്കണം, ബാക്കി വരുന്ന 39. അപ്പൊ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 20നും ഇതിപ്പോ 99 ഉള്ളത് കൊണ്ട് ശരിയാണ്, 50 എണ്ണം ഉണ്ട്, 50. എന്നിട്ട് 10 കുറച്ച് 40ന്റെ സ്ക്വയർ. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. മുഴുവൻ ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത്. n സ്ക്വയർ അല്ലെങ്കിൽ ആദ്യ പദം അവസാന പദമുണ്ട്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലും പോകാം. അപ്പൊ നമ്മളുടെ ഉത്തരം വരുന്നത് 2400 മുഴുവൻ ഒറ്റ സംഖ്യയിലെ തുകയാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം, ഒരു പുസ്തകത്തിന് പേനയ്ക്കും കൂടിയ വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവ്. 5 പുസ്തകം 6 പേന വാങ്ങുന്ന ഒരാൾ എത്ര രൂപ നൽകണം? 138. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.59 കിട്ടും? 0.59 എന്ന് വെച്ചാൽ 0.7ന്റെ സ്ക്വയർ ആണ്. ഇത് ഇൻറ്റു 6. അപ്പൊ 0.49 തന്നെ കിട്ടണമെങ്കിൽ ബൈ എന്ത് വരണം? ഈ ഒരു 6 ഇവിടെ വരണം. a⁻m ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ ഇവിടെ ഇല്ല കേട്ടോ, ആൻസർ ഇല്ല ഇവിടെ. അടുത്തത് 2 ക്യൂബ് 4 ക്യൂബ് 6 5 സ്ക്വയർ 36. ഇത് നമ്മൾ 2 ക്യൂബ് 4 ക്യൂബ് 6 5 സ്ക്വയർ ആയി 2 10 എന്ന് എഴുതണം. ഇവിടെ 6ന്റെ സ്ക്വയർ എന്ന് എഴുതി, സ്ക്വയറും ഈ 2 4 8 എന്ന് എഴുതണം. പിന്നെ 16ന്റെ 4ന്റെ സ്ക്വയർ എന്ന് എഴുതാം, 23 6. എന്നിട്ട് ഇതെല്ലാം കൂടെ വെട്ടിക്കളയുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും 9/2. 45 km/h വേഗത്തിലോടുന്ന വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? കിലോമീറ്ററിലാണ് ഉത്തരം. മിനിറ്റിനെ ദൂരം എന്ന് പറയുമ്പോൾ t/s ആണ്. t മിനിറ്റ് 4 മിനിറ്റ്. ഈ മിനിറ്റിനെ നമുക്ക് അവർ ആക്കണം, അതിന് ബൈ 60 അവറായി. ഇനി 45. 9 5 45 ആണ്. 12 5 60 ആണ്. 4 3 12 ആണ്. 3 9. ഉത്തരം 3 കിലോമീറ്റർ. 3⁻√2. ഇത് a+b × a-b, a² - b² എന്ന രീതിയിൽ ചെയ്യാം. a² - b² ക്രോസ് ചെയ്യുക. അപ്പൊ വളരെ എളുപ്പത്തിൽ ഇത് a² - b² ആകുമ്പോൾ a² - b², 3 - 2 1 ആകും. ഇനി മുകളിൽ a - b ² a² മൈനസ് 2ab 2√3 √2 പ്ലസ് b² 2 ആകും. ഇവിടെ a+b ² ആണ്. അപ്പൊ a² പ്ലസ് b² പ്ലസ് 2ab. ഈ 2ab ഇത് രണ്ടും വെട്ടും. 3 2 5, 3 2 5, 5 5 10. ആൻസർ 10 ആണ്. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ 4 18 48 -180. അടുത്ത സംഖ്യ 100. ചതുരാകൃതി തകര ഷീറ്റ് നീളം വീതി യഥാക്രമം 12.5 10 2/3. ചുറ്റളവ് നീളം 2 × l+b. നീളം വീതി കൂട്ടിയാൽ മതി. 2 × l+b 46 1/3. 2 മീറ്റർ നീളം 1 മീറ്റർ വീതി ഒരു വാതിൽ ഒരു ചുമരിന്റെ 5.5 മീറ്റർ 4.25 മീറ്റർ ചതുരശ്ര മീറ്റർ 24 രൂപ നിരക്കിൽ ചുമർ സിമന്റ് തേക്കാൻ എത്ര രൂപ ചിലവ്? അതും ചുറ്റളവ് കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഫൈനൽ കീയിൽ ആൻസർ ഇല്ല. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. അപ്പോ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർക്കുന്നതാണ് അച്ഛന്റെ വയസ്സ്. മകന്റെ വയസ്സ് ഏതാണ്?
എക്സ്. അപ്പോ ഈ എക്സ് 3x പ്ലസ് 5 അച്ഛൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ അച്ഛന്റെ വയസ്സ് 44, ഇപ്പൊ 44 എങ്കിൽ 3x എന്ന് പറയുന്നത് കിട്ടി 39, എക്സ് എന്ന് പറയുന്നത് 13. 7 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് എത്ര? അപ്പൊ ആൻസർ വരുന്നത് 20. 13 കിട്ടിക്കഴിഞ്ഞാൽ 7 കൂട്ടണം, 13 പ്ലസ് 7 20. രവി, റഹീം, ജോൺ എന്നിവർക്ക് 4500 രൂപ 2 ഭാഗം 6 ഭാഗം 4 ഭാഗം നൽകുന്നു. ജോണിന് എത്ര രൂപ ലഭിക്കും? 4500 രൂപയുടെ 2 ഭാഗം, 2/1, 6 ഭാഗം, പിന്നെ 4 ഭാഗം, ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ജോണിന് എത്ര രൂപ ലഭിക്കും എന്ന് നോക്കുക. ആൻസർ 1500. രാഹുൽ 2500 രൂപയ്ക്ക് പഴയ ടി വി വാങ്ങി. 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് വിറ്റു. എത്ര ശതമാനം ലാഭം? വാങ്ങിയ വില നോക്കുക. അപ്പൊ ലാഭ ശതം, അതായത് വ്യത്യാസം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ് ലാഭ ശതമാനം. വാങ്ങിയ വില ഇപ്പൊ എത്രയായി? 2500 രൂപയ്ക്ക് വാങ്ങി, 1000 രൂപ മുടക്കുകയും ചെയ്തു. അപ്പൊ 3500 രൂപയായി. ഇനി 3850 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം 350 ഇൻറ്റു 100. ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്കൊരു 10% ലാഭം കിട്ടുന്നത്. രണ്ടക്ക സംഖ്യാക്കങ്ങളുടെ തുക 9. തലതിരിച്ചെഴുതി പുതിയ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതൽ. ഇത് ആൻസർ കൊടുത്തിട്ടില്ല. 6 പൈപ്പ് 1 മണിക്കൂർ 30 മിനിറ്റും ടാങ്ക് നിറയ്ക്കുന്നു. ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? 2 മണിക്കൂർ 15 മിനിറ്റ്. എ ബി 10 താഴെയുള്ള 2 എണ്ണൽ സംഖ്യ ഒരുമിച്ചെഴുതി ബി എ കിട്ടി. B3 ഗുണനഫലം 57, എയുടെ വില എത്ര? 5. ഇപ്പൊ നമ്മൾ 100 ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രിലിംസിന് വേണ്ടിയിട്ട്. പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ PS നടത്തിയ മുഴുവൻ എക്സാംസും 21 to 24 പ്രിലിംസിന്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിടപ്പുണ്ട്. പ്രിലിംസ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ട് നല്ല മികച്ച ചോദ്യങ്ങൾ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള 2021 to 24 PSC കറണ്ട് അഫയേഴ്സ് കിടപ്പുണ്ട്. എല്ലാം പ്ലേലിസ്റ്റുകളിൽ കിടപ്പുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.